നമസ്കാരം പ്രേക്ഷകരെ, ഇന്ന് ഉച്ചയ്ക്ക് 1:08 റിലീസ് ചെയ്യേണ്ടിയിരുന്ന എമ്പുരാന്റെ ട്രെയിലർ എങ്ങനെയാണ് ഇന്നലെ രാത്രി 12:27 അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്? പൃഥ്വിരാജിന്റെ ക്യാപ്ഷൻ ഇതാണ്: നിങ്ങളാണ് ചെകുത്താനെ ഈ സമയത്ത് വിളിച്ചു വരുത്തിയത് എന്നതായിരുന്നു. അത് പറഞ്ഞുകൊണ്ടാണ് ആ ട്രെയിലർ പുറത്തേക്ക് വിടുന്നത്. എന്തായിരുന്നു അതിന് പിന്നാലെയുള്ള കാരണം എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കണ്ടേ. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു, 20-ാം തീയതി ഉച്ചയ്ക്ക് 1:08 ട്രെയിലർ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ആരാധകരെല്ലാവരും ഹൈപ്പിൽ, എല്ലാ പ്രേക്ഷകരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. രാത്രി ഒരു 10-10:30 ആകുന്നതോടുകൂടി തന്നെ ഈ ട്രെയിലറിലെ ചില സ്റ്റില്ലുകൾ പുറത്തേക്ക് വരികയാണ്. എങ്ങനെയില്ലാതെ പുറത്തേക്ക് വരികയാണ് ചില സ്റ്റില്ലുകൾ. പിന്നാലെ ഒരു രാത്രി 11:40 ആയപ്പോഴേക്കും ആ ട്രെയിലറിന്റെ തമിഴ് പതിപ്പിന്റെ ചില ഭാഗങ്ങൾ പുറത്തേക്ക് വരികയാണ്. ചില ക്ലിപ്പുകളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. പിന്നാലെ ഹിന്ദി പതിപ്പും വന്നു. പിന്നാലെ ഹിന്ദിയുടെ ചില ഭാഗങ്ങൾ കൂടി ഈ ട്രെയിലറിന്റെ പോർഷൻസ് പുറത്തേക്ക് വന്നു. പിന്നാലെ ഗത്യന്തരമില്ലാതെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ 12:25 തന്നെ ട്രെയിലർ ഔദ്യോഗികമായി പുറത്തിറക്കുകയാണ്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പ്ലാൻ എന്ന് വേണം പൃഥ്വിരാജിന്റെ ക്യാപ്ഷനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇത് അൺലിസ്റ്റ് ചെയ്തിട്ട് ഇത് ഷെഡ്യൂൾ ചെയ്ത ടൈമിലോ എന്തോ സംഭവിച്ച ഒരു എററാണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ലീക്ക് ചെയ്യപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്നുള്ളതൊന്നും പങ്കുവയ്ക്കാൻ കഴിയില്ല എങ്കിൽ പോലും ഇങ്ങനെ ആയിരുന്നില്ല പ്ലാൻ എന്നുള്ളത് നമ്മൾ 100% ഉറപ്പിക്കേണ്ടി വരും. പക്ഷേ എന്തൊരു വെട്ടിച്ചില്ല ട്രെയിലർ. നമ്മൾ ടീസർ കണ്ടപ്പോഴും പറഞ്ഞതാണ്, ഒരു മലയാള സിനിമയുടെ ടീസറാണോ ഇത്? ആ ഡയലോഗ് വീണ്ടും ആവർത്തിക്കുന്നില്ല, പക്ഷെ പറഞ്ഞു പോവുകയാണ്, ഒരു മലയാള സിനിമയിൽ ഉണ്ടാകുന്ന ഏറ്റവും ഭീകരമായ ഹൈപ്പിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രത്തിന്റെ ഒരു ഏറ്റവും വെട്ടിച്ചില്ല ട്രെയിലറാണ് പുറത്തു വന്നിരിക്കുന്നത് എന്ന് തന്നെ ഒറ്റ വാക്കിൽ ഈ സിനിമയുടെ ട്രെയിലറിനെ പറ്റി പറയേണ്ടി വരും. ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ഒക്കെ തന്നെ ട്രെയിലർ നൽകുന്നുണ്ട്, സമ്മാനിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളുമായിട്ട് മാറേണ്ടത്. ടൊവിനോയാണോ ചിത്രത്തിലെ വില്ലൻ എന്നൊരു ഹൈപ്പ് ഒരു ചെറിയ സൂചന തരുന്നു. അതോടൊപ്പം തന്നെ ഒരു ചുവന്ന കോട്ടിട്ടുകൊണ്ട് ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. അത് ഫഹദ് ഫാസിലാണോ എന്ന് വരെ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അല്ല, അതൊരു ഹോളിവുഡ് ആക്ടറാണ് എന്നുള്ള രീതിയിലേക്ക് ചോദ്യങ്ങൾ, സംശയങ്ങളൊക്കെ നിൽക്കുകയാണ്. ഒരു സ്കാർഫ് ഇട്ട് ഒരാൾ നടന്നു പോകുന്നുണ്ട്, അത് മണിക്കൂട്ടനാണോ എന്ന് ചോദ്യമുണ്ട്. കലാഭവൻ ഷാജോൺ മരിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നൽകുന്ന ട്രെയിലർ തന്നെയാണ് എമ്പുരാൻ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. അത് നിസ്സംശയം പറയാൻ സാധിക്കും. ആ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് എമ്പുരാൻ. ലൂസിഫറിന്റെ റീ റിലീസും കൂടിയാണ് എന്ന്. അങ്ങനെ ഒരു പവർ പാക്ഡ് ആഴ്ചയാണ് ഇപ്പൊ നടക്കുന്നതെന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ എമ്പുരാന്റെ ഒരു അപ്ഡേറ്റും തരാത്തത് എന്ന് ചോദിച്ച പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഓരോ ദിവസവും ഇങ്ങനെ അപ്ഡേറ്റുകൾ നിരത്തുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് ആണ് ആ ട്രെയിലർ. അതുകൊണ്ട് തന്നെ ഉച്ച 1:08 വേണ്ടി കാത്തിരുന്ന പ്രേക്ഷകർ ഒക്കെ തന്നെ ഹാപ്പിയായി. കാരണം അവർ പ്രതീക്ഷിച്ചതിന് 3 മണിക്കൂർ മുന്നേ തന്നെ അവർക്ക് ട്രെയിലർ കിട്ടി. രാത്രിയൊക്കെ വെറുതെ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നവരെയൊക്കെ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കണ്ടപ്പോഴേക്കും ഇത് ശരിക്കും ഒറിജിനൽ ട്രെയിലർ ആണോ, എന്താണ് ഇതിന് കാരണം എന്നൊക്കെ ചിന്തിച്ചവരുണ്ടാകാം. അതിന് പിന്നിലുള്ള ഒരു ലീക്ഡ് സംഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് തന്നെയാണ് ടീമിനെ, ഈ എമ്പുരാൻ ടീമിനെ ട്രെയിലർ നേരത്തെ റിലീസ് ചെയ്യാനുള്ള പ്രേരണ നൽകിയത് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വലിയ ശക്തമായ രീതിയിൽ ട്രെയിലർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മലയാളം വേർഷൻ ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് ചാനൽ റിലീസായ ആ മലയാളം ട്രെയിലർ ഇതിനോടകം തന്നെ 25 ലക്ഷം പേർ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ 12 മണിക്കൂർ ആവാൻ പോകുന്നതേ ഉള്ളൂ. ആ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് 25 ലക്ഷത്തിലേറെ ആളുകൾ ആ ട്രെയിലർ സ്വീകരിച്ചിരിക്കുന്നത്. ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുകയാണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഖുറേഷി എബ്രഹാമിന്റെ കഥ എങ്ങോട്ടാണ് പോകുന്നത്, ഏത് ലോകമാണ് സംസാരിക്കുന്നത്, ഒരുപാട് സംശയങ്ങൾ നിൽക്കുകയാണ്. ഒരു ഹോളിവുഡ് ലെവൽ ക്രാഫ്റ്റിലേക്ക് പൃഥ്വിരാജ് എത്തുമ്പോഴേക്കും ഗൂസ് ബംസ് മൊമെന്റ്സ് നൽകുന്ന, തിയേറ്റർ ഇറപ്റ്റ് ചെയ്യാൻ പോകുന്ന, തിയേറ്റർ കത്തിക്കാൻ പോകുന്ന ഒരുപാട് രംഗങ്ങൾ ഈ ട്രെയിലറിൽ തന്നെ അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഭാഗങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തൊരു ആംബിയൻസ് ആയിരിക്കും തിയേറ്ററിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എമ്പുരാന്റെ ട്രെയിലർ നിൽക്കുകയാണ്. പക്ഷേ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ എന്നത് കൂടി പറയേണ്ടി വരും. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ പേര്, ലോഗോ, നിർമ്മാതാവ് സുഭാസ്കരൻ എന്ന് തന്നെ ട്രെയിലറിലും അവർ വെച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഗൂഗിളും ഗോപാലും പറഞ്ഞത് ലൈക്കയുടെ ഷെയർ എല്ലാം വാങ്ങി ലൈക്ക ഇതിന്റെ ഭാഗമല്ല എന്നുള്ളതാണ്. പിന്നെയും ലൈക്ക ട്രെയിലറിലുണ്ട് എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതാണ്. പക്ഷേ ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന് എഴുതി കാണിക്കുന്നത് ട്രെയിലറിന്റെ തുടക്കത്തിലാണ്. ആ സമയത്ത് ഒരു പൊളിഞ്ഞ കെട്ടിടമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പൊളിഞ്ഞതാണോ ലൈക്ക എന്നൊക്കെ സംബന്ധിച്ച ഒരു ട്രെയിലർ ഡീകോഡിംഗ് ഒക്കെ ആരാധകരുടെ ഭാഗത്തു നിന്നൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അറിയില്ല, ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. എന്തായാലും മാർച്ച് 27 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. ട്രെയിലർ കണ്ടിട്ടുള്ള നിങ്ങളുടെ റിയാക്ഷൻ എന്താണെന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.